മാഞ്ചസ്റ്റർ സിറ്റിയുടെ 23-കാരനായ യുവ ഗോൾ കീപ്പർ ജെയിംസ് ട്രഫോർഡിനെ ലീഡ്സ് യുണൈറ്റഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇത് വെറുമൊരു സാധാരണ ട്രാൻസ്ഫർ അല്ല. 40 മില്യൺ പൗണ്ടും കൂടാതെ ആഡ് ഓണുകളും അടങ്ങുന്ന ക്ലബ്ബ് റെക്കോർഡ് തുകയ്ക്കാണ് ലീഡ്സ് ഈ യുവതാരത്തെ എല്ലാൻഡ് റോഡിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിരന്തരം വെല്ലുവിളികൾ നേരിട്ടിരുന്ന ലീഡ്സ് യുണൈറ്റഡിന് ഇത് വെറുമൊരു പൊസിഷൻ ഫില്ലർ മാത്രമല്ല, മറിച്ച് ഒരു മാസ്റ്റർ സ്ട്രോക്കാണ്. എന്തുകൊണ്ടാണ് ഒരു ഗോൾ കീപ്പർക്കായി ലീഡ്സ് ഇത്രയും ഭീമമായ ഒരു തുക മുടക്കാൻ തയ്യാറായത്? അതിനു മാത്രം ആരാണ് ഈ ജെയിംസ് ട്രഫോർഡ്? ജെയിംസ് ട്രഫോർഡ് എന്ന പേര് കേൾക്കുമ്പോൾ ഏതൊരു ഫുട്ബോൾ പ്രേമിയുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് 2023 യൂറോപ്യൻ അണ്ടർ 21 ചാമ്പ്യൻഷിപ്പ് ഫൈനലായിരിക്കും. ജോർജിയയിലെ ബെറ്റുമി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ആ മത്സരം ഇംഗ്ലണ്ട് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വീരോചിതമായ നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഇംഗ്ലണ്ട് 1-0 മുന്നിട്ട് നിൽക്കുന്ന സമയം, കളിയുടെ ഇഞ്ചുറി ടൈമിൻ്റെ അവസാന നിമിഷങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ 98-ാം മിനിറ്റ്. സ്പെയിനിന് അനുകൂലമായി വാർ പരിശോധനയ്ക്ക് ശേഷം റഫറി ഒരു പെനാൽറ്റി വിധിക്കുന്നു. ഇംഗ്ലീഷ് ആരാധകർ മുഴുവൻ നിരാശയുടെ മുനമ്പിലായി. പെനാൽറ്റി കിക്ക് എടുക്കാൻ വരുന്നത് സ്പെയിനിൻ്റെ സൂപ്പർ സ്ട്രൈക്കർ ആബേൽ റൂയിസ്. ആ നിമിഷത്തിൽ ജെയിംസ് ട്രഫോർഡിൻ്റെ ചുമലിലുണ്ടായിരുന്നത് ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷകളായിരുന്നു. റൂയിസ് പെനാൽറ്റി കിക്ക് എടുത്തു. തൻ്റെ വലതുവശത്തേക്ക് ട്രാഫോർഡ് മനോഹരമായി ഡൈവ് ചെയ്ത് ആ ബോൾ തടഞ്ഞിട്ടു. എന്നാൽ നാടകം അവിടെ തീർന്നില്ല. റീബൗണ്ട് ചെയ്തു വന്ന പന്ത് വീണ്ടും അടിച്ചു കയറ്റാൻ മറ്റൊരു സ്പാനിഷ് താരം കുതിച്ചെത്തി. അവിശ്വസനീയമായ റിഫ്ലക്സോടുകൂടി നിലത്തുനിന്ന് നിമിഷ നേരം കൊണ്ട് ഉയർത്തെഴുന്നേൽറ്റ് ജെയിംസ് ട്രഫോർഡ് ആ രണ്ടാം ഷോട്ടും തടഞ്ഞിട്ടു. തുടർന്ന് മൂന്നാമത് ശ്രമം നടത്തിയെങ്കിലും ബോക്സിന് പുറത്തേക്ക് പോയി. വാട്ട് എ ഡബിൾ സേവ്, വാട്ട് എ ഹീറോയിക് മൊമെന്റ്. ഈ ഒരു സേവോട് കൂടി ഇംഗ്ലണ്ട് 39 വർഷങ്ങൾക്ക് ശേഷം അണ്ടർ 21 യൂറോപ്യൻ ചാമ്പ്യന്മാരായി മാറുകയായിരുന്നു. അതിലും അത്ഭുതകരമായ മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ആ ടൂർണമെൻറ്റിലുടനീളം കളിച്ച 6 മത്സരങ്ങളിലും ജെയിംസ് ട്രഫോർഡ് ഒരു ഗോൾ പോലും വഴങ്ങിയിരുന്നില്ല. ടൂർണമെൻറ്റിലുടനീളം ക്ലീൻ ഷീറ്റ് നിലനിർത്തി ഇംഗ്ലണ്ടിന് കപ്പ് നേടിക്കൊടുത്ത ആ പ്രകടനം ഗോൾ കീപ്പിംഗ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വ്യക്തിഗത പ്രകടനങ്ങളിലൊന്നാണ്. ഒരു ആധുനിക ഗോൾ കീപ്പർക്ക് ആവശ്യമായ എല്ലാ ഗുണങ്ങളും തികഞ്ഞ കളിക്കാരനാണ് ഇദ്ദേഹം. 6 അടി 6 ഇഞ്ച് ഉയരം, ഹൈ ബോക്സ് കമാൻഡിങ്ങും ക്രോസുകൾ തടുക്കുന്നതിനും സഹായകം, ക്ലോസ് റേഞ്ച് ഷോട്ടുകളിൽ അസാധാരണമായ റിയാക്ഷൻ ടൈം, ഇരു കാലുകൾ കൊണ്ടും പാസ് നൽകാനുള്ള കഴിവ്, ബോക്സിന് പുറത്തു വന്ന് ഹൈ ഡിഫെൻസീവ് ലൈൻ കവർ ചെയ്യുവാനുള്ള ധൈര്യം, ഇതോടൊപ്പം സമ്മർദ്ദഘട്ടങ്ങളിൽ പതറാത്ത മാനസിക നിലയും. ട്രഫോർഡിൻ്റെ മുൻകാല റെക്കോർഡുകൾ പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്ഥിരത മനസ്സിലാക്കാൻ കഴിയും. ബോൾട്ടൺ വണ്ടേഴ്സിൽ ഒരു സീസണിൽ 26 ക്ലീൻ ഷീറ്റുകൾ നേടി അവരുടെ ക്ലബ്ബ് റെക്കോർഡ് തകർത്തു. 2024-25 ചാമ്പ്യൻഷിപ്പ് സീസണിൽ ബേൺലിക്കൊപ്പം തുടർച്ചയായി 1000 മിനിറ്റുകൾ ഗോൾ വഴങ്ങാതെ റെക്കോർഡ് സൃഷ്ടിച്ചു. ചാമ്പ്യൻഷിപ്പിലെ ഗോൾഡൻ ഗ്ലൗ പുരസ്കാരവും സ്വന്തമാക്കി. മാഞ്ചസ്റ്റർ സിറ്റിയുടെ FA കപ്പ് വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. ലിവർപൂളിനെതിരെ മുഹമ്മദ് സലായുടെ പെനാൽറ്റി തടഞ്ഞതടക്കം മികച്ച പ്രകടനം നടത്തി. ലീഡ്സിൻ്റെ പ്രധാന തലവേദന അവരുടെ ഗോൾ കീപ്പിംഗ് തന്നെയായിരുന്നു. ഇയാൻ മിസ്ലിയറുടെ ഫോം ഇടിഞ്ഞതും ലൂക്കാസ് പെരയുടെ പ്രതീക്ഷയ്ക്കൊത്തുയരാത്ത പ്രകടനവും ഒപ്പം കാൾ ഡാർലോയുടെ വിടവാങ്ങലും ലീഡ്സിനെ പ്രതിസന്ധിയിലാക്കി. ഒരു വേൾഡ് ക്ലാസ് പ്രീമിയർ ലീഗ് നിലവാരമുള്ള ഗോൾ കീപ്പർ ഇല്ലാതെ ടീമിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ലീഡ്സ് മാനേജർ പിന്തുടരുന്ന ശൈലിയിൽ പ്രതിരോധ നിരയിൽ നിന്നും ബോൾ ബിൽഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇതിന് ഒരു ട്രസ്റ്റഡ് സ്വീപ്പർ കീപ്പർ അത്യാവശ്യവുമാണ്. ജെയിംസ് ട്രഫോർഡിൻ്റെ വരവോടുകൂടി ലീഡ്സിൻ്റെ പ്രതിരോധ നിരയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കും. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇതൊരു മികച്ച ബിസിനസ് നീക്കമാണ്. അക്കാദമി താരങ്ങളെ വളർത്തിയെടുത്ത് വലിയ തുകയ്ക്ക് വിറ്റ് ലാഭമുണ്ടാക്കുന്ന സിറ്റിയുടെ മോഡൽ ഇവിടെയും വിജയിച്ചുവെന്ന് പറയാം. മുൻപ് ബേൺലിയിൽ നിന്ന് ബൈബാക്ക് ക്ലോസ് വഴി തിരികെ എത്തിച്ച താരത്തെ ഇപ്പോൾ 40 മില്യൺ പ്ലസ് ആഡ് ഓണുകൾക്ക് വിൽക്കുമ്പോൾ വലിയൊരു തുകയാണ് സിറ്റിക്ക് ലാഭമായി കിട്ടുന്നത്. ഇംഗ്ലണ്ട് ദേശീയ ടീമിനെ സംബന്ധിച്ചും ഈ ട്രാൻസ്ഫർ എന്തുകൊണ്ടും നിർണായകമാണ്.
ജോർദാൻ പിക്ഫോർഡിന് ശേഷം ഇംഗ്ലണ്ടിന്റെ 1-ാം നമ്പർ ഗോൾ കീപ്പർ ഗ്ലൗസ് അണിയാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ജെയിംസ് ട്രഫോർഡിന് തന്നെയാണ്. ലീഡ്സിൽ സ്ഥിരമായി ആദ്യ 11-ൽ കളിച്ച് മികച്ച പ്രകടനം പുറത്തെടുത്താൽ ഇംഗ്ലണ്ട് സീനിയർ ടീമിലെ സ്ഥാനം ഉറപ്പിക്കുവാൻ ട്രഫോർഡിന് നിഷ്പ്രയാസം സാധിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ 40 മില്യൺ ട്രാൻസ്ഫർ ലീഡ്സിന് വിജയകരമാകുമോ? ജെയിംസ് ട്രഫോർഡിന് ലീഡ്സിന്റെ രക്ഷകനാകുവാൻ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശകലനങ്ങളും ട്രാൻസ്ഫർ വാർത്തകളും അറിയുവാൻ സ്പോർട്സ് കഫേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.